പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അതായത് ഇന്നലെ വോട്ട് ദിനമായിരുന്നു, നമുക്കറിയാം. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായി നിറഞ്ഞു നിൽക്കേണ്ട വാർത്ത വോട്ട് ദിനത്തിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നു, വോട്ട് ചെയ്യുന്നു തുടങ്ങിയ വാർത്തകളായിരുന്നെങ്കിൽ, പക്ഷേ ഇന്നലത്തെ ദിനം മാറ്റിമറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. അത് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ.പി. ജയരാജന്റെ നടപടിയിൽ പക്ഷേ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നുള്ള വിവരങ്ങൾ അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. പരസ്യമായി അദ്ദേഹം ഇ.പിയെ ശാസിക്കുകയൊക്കെ ഉണ്ടായി. എന്തായാലും ഈ പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി ഇ.പി. പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നു എന്നാണ് നേതാക്കളുടെ പൊതുവിലുള്ള നിലപാട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ BJP CPM ബാന്ധവമുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനൊക്കെ ശക്തി പകരുന്ന ഒരു നിലപാടായിരുന്നു ഇ.പി. ഇന്നലെ സ്വീകരിച്ചത് എന്നായിരുന്നു. എന്തായാലും ഒരു തള്ളിപ്പറയലിനപ്പുറത്തേക്ക് നടപടി വേണമെന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ പാർട്ടിയിൽ ശക്തമായിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമാകുമോ? പ്രതിപക്ഷ കക്ഷികൾക്ക് ഇ.പിയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള ആയുധമാകുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ഇനി എന്ത് നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. സെയ്ഫ് സെയിൻ ലാബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, ഇന്നലെ വളരെ വിരസമായി പോകുമായിരുന്നു ഒരു ദിനം. ഒരു പക്ഷേ ഇ.പിയുടെ തുറന്നു പറച്ചിലോടുകൂടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക്, പ്രത്യേകിച്ച് ഇ.പിയെ പോലെ ഒരു തലമുതിർന്ന നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി പാർട്ടിയെ വെട്ടിലാക്കാൻ. പിണറായി വിജയൻ അത് പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരുന്നെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി ഒരു പ്രതിരോധത്തിന്റെ പാത സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇ.പിക്കെതിരെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണോ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇ.പി. ജയരാജനെതിരെ നടപടി സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ജിൽസി. കാരണം അത് ചെറിയ വെട്ടിലാക്കലൊന്നുമല്ല പാർട്ടിക്ക് ഇ.പി. ഇന്നലെ നൽകിയത്. അതിൻ്റെ തീവ്രത അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പാർട്ടിക്കുള്ളിലുണ്ട് എന്നാണ് ചില നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇന്നലെ ഒരു നേതാവിനോട് രാത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VS അച്യുതാനന്ദൻ ടി.പിയുടെ വീട്ടിൽ പോയി KK രമയെ കണ്ട ഒരു അനുഭവം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇ.പി. ജയരാജൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ ആ പ്രതികരണത്തെ CPM നേതൃത്വം അങ്ങനെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ ഇടതുമുന്നണിയുടെ കൺവീനർ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കണ്ടു എന്ന് പറയുക വഴി അത് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം 2 ദിവസമായിട്ട് നന്ദകുമാറും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ BJPയിലേക്ക് വരാൻ സമ്മതമായിരുന്നു ഇ.പിക്ക്, പിന്നീട് എന്തുകൊണ്ട് മാറി എന്നറിയില്ല, ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഓൺ ചെയ്യുക വഴി ഇ.പി. ജയരാജൻ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് ദിവസം, പോളിംഗ് ദിവസം വെട്ടിലാക്കി എന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. അത് പാർട്ടിക്കുള്ള നീരസം എന്താണോ അത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാനും കഴിഞ്ഞു. ഇ.പി. പലതരത്തിലുള്ള സൗഹൃദം പങ്കുവെക്കുന്ന ആളാണ്, നമുക്ക് വ്യക്തിപരമായിട്ടും അറിയുന്ന ആളാണ്. അദ്ദേഹം ആൾക്കാരോട് വളരെ സൗമ്യമായിട്ട് സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇ.പി. ജാഗ്രത പുലർത്തുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആ വാചകം അതിനകത്തുണ്ട് CPM നേതൃത്വത്തിൻ്റെ മുഴുവൻ അതൃപ്തിയും. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇ.പി. ജയരാജൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന കർശനമായ നിലപാട് തന്നെയാണ് CPM നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ട് ഈ ശാസനയ്ക്കപ്പുറം നടപടി വേണം എന്ന ആവശ്യം പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നടപടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട. തിങ്കളാഴ്ച CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടിയാണ് പ്രധാനമായി യോഗം ചേരുന്നത്. 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് CPM നേതൃത്വം അവലോകനം ചെയ്യും. ബൂത്തുകളിൽ നിന്നുള്ള കണക്ക് ഇന്നലെ രാത്രി കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് നേതാക്കന്മാർ പറഞ്ഞത്. ഇന്ന് രാവിലെയോടുകൂടി, ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ CPMന് ക്രോഡീകരിച്ചെടുക്കാൻ കഴിയുള്ളൂ. കാരണം 25,000-ഓളം ബൂത്തുകൾ ഉണ്ടായിരുന്നു. അത് ക്രോഡീകരിച്ച് വേണം പാർട്ടിയുടെ ഒരു വിലയിരുത്തലിലേക്ക് കടക്കാൻ. അതിനുവേണ്ടിയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും ചേരുന്നതെങ്കിലും ഇ.പിയുടെ ഈ നടപടി CPM നേതൃത്വത്തിന് മുന്നിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും എന്ന കാര്യത്തിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഇ.പിയുടെ ഈ നടപടിയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയത്തിന് വിട നൽകാതെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ വിമർശനങ്ങൾക്കപ്പുറം, ശാസനയ്ക്കപ്പുറം നടപടി വേണം, പാർട്ടി നടപടി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതൊരു നടപടിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയണം. തീർച്ചയായിട്ടും അത്തരം സാധ്യതകളൊന്നും തള്ളിക്കളയേണ്ട. കാരണം ഇ.പി. കാരണം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടി. പ്രത്യേകിച്ച് പോളിംഗ് ദിനമായി ഇന്നലെ ഉണ്ടായ ഈ വിവാദവും അതുമായി ബന്ധപ്പെട്ട ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള ഇ.പിയുടെ സ്ഥിരീകരണമൊക്കെ പാർട്ടിക്ക് പോലും ഒരുപക്ഷെ പൊതുജന മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ, പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഒരു ആഘാതമാണ് നൽകിയത്. സ്വാഭാവികമായും തുടർ നടപടികൾ ഇ.പിക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ